ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ മാങ്ങ വെച്ചിട്ട് നമ്മൾക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ 2 ഡെസേർട്ട് ഐറ്റംസ് ആണ്. ഇതിനകത്ത് ഷുഗർ ഒന്നും തീരെ ചേർക്കേണ്ട ആവശ്യമില്ല. അതേസമയം നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. കുട്ടികൾക്കും വലിയവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം കൂടിയാണിത്. ഇതെങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് 3 കപ്പ് തേങ്ങാപ്പാൽ ഇവിടെ എടുത്തിട്ടുണ്ട്. 1-ാം പാലും 2-ാം പാലും കൂടെ ചേർത്തിട്ടാണ് ഞാൻ 3 കപ്പ് എടുത്തിരിക്കുന്നത്. കുറച്ച് കട്ടിയുള്ള തേങ്ങാപ്പാലാണെങ്കിൽ അതാണ് കൂടുതൽ നല്ലത്. ഞാനിവിടെ ഒരു തേങ്ങയുടെ തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ 2-3 തേങ്ങയുടെ തേങ്ങാപ്പാൽ എടുത്ത് ഉണ്ടാക്കാം. ഇനി അതിനകത്തേക്ക് 4 ടേബിൾ സ്പൂൺ സബ്ജ സീഡ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. സബ്ജ സീഡ്സിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. ഇതിനകത്ത് ധാരാളം മിനറൽസും ഫൈബറും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡൈജഷൻ ഇത് വളരെ നല്ലതാണ്. പിന്നെ ഇതിനകത്ത് പ്ലാന്റ് ബേസ്ഡ് ഒമേഗ 3 ഫാറ്റും അടങ്ങിയിട്ടുണ്ട്. സബ്ജ സീഡ്സ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. കുറച്ച് നേരം ഇളക്കി കൊടുത്തിട്ട് ഇത് 15 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ഇത് പെട്ടെന്ന് തന്നെ ഇത് വീർത്ത് വരും. കുറച്ച് കട്ടിയായിട്ടുള്ള പരുവത്തിൽ വേണം നമ്മൾക്കിത് കിട്ടാനായിട്ട്. ഒരുപാട് ലൂസായിട്ടിരിക്കരുത്. കുറച്ച് കട്ടിയായിട്ടിരുന്നാലാണ് നമ്മൾക്ക് ലെയേഴ്സ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ആ ഒരു രീതിയിൽ വേണം ഇത് കലക്കിയെടുക്കാനായിട്ട്. 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇത് നല്ലപോലെ വീർത്ത് വന്നിട്ടുണ്ടായിരിക്കും. ഞാനിവിടെ നല്ലപോലെ ഇപ്പം ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇത് അടച്ചു വെച്ച് സൈഡിലോട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾക്ക് ഈ സമയം കൊണ്ട് ഇതിനകത്തേക്ക് വേണ്ട മാങ്ങ പെട്ടെന്ന് നുറുക്കിയെടുക്കാം. ഒരു മാങ്ങയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ 2-3 മാങ്ങ എടുക്കാം. നല്ല പഴുത്ത മാങ്ങ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുക. ഞാനിവിടെ ഒരു പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ട് നുറുക്കിയെടുക്കുക. കുറച്ചധികം ചെറുതാക്കിയിട്ട് വേണം നുറുക്കിയെടുക്കാനായിട്ട്. അപ്പോഴാണ് നമ്മൾക്കിത് ലേയേഴ്സ് ആയിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റുക. ഇപ്പോൾ ഇതാ നമ്മൾ സബ്ജ സീഡ്സ് മാറ്റി വെച്ചിട്ട് ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നല്ല പോലെ വീർത്ത് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ ഹണിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മളിതിനകത്ത് പഞ്ചസാര തീരെ ആഡ് ചെയ്യുന്നില്ല. അതിന് പകരമാണ് ഹണി ഒഴിച്ചു കൊടുക്കുന്നത്. തേങ്ങാപ്പാലിന് കുറച്ച് മധുരം ഉണ്ടായിരിക്കും. അപ്പം ഹണിയും കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും. ഇനി ഹണി വേണ്ട എന്നുള്ളവരാണെങ്കിൽ ഹണി ഒഴിച്ചു കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം തേങ്ങാപ്പാലിൻ്റെ ചെറിയ മധുരം ഉണ്ടായിരിക്കും. പിന്നെ മാങ്ങ നല്ല മധുരമുള്ള മാങ്ങയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മധുരവും നല്ലപോലെ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഇതാ ഞാനിവിടെ ഹണിയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമ്മളുടെ എല്ലാ ഇൻഗ്രീഡിയൻസും റെഡിയായി കഴിഞ്ഞു. വളരെ എളുപ്പത്തിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഡെസേർട്ട് ഐറ്റമാണിത്. ഇനി ഇത് ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ്സിൽ നമുക്ക് സെർവ് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ ഏത് പാത്രമാണോ ഉള്ളത് അതിനകത്ത് എടുത്താലും മതി. അതിലാദ്യമേ തന്നെ ഞാൻ സബ്ജ സീഡ്സിൻ്റെ ഒരു ലെയറാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ നുറുക്കി വെച്ച മാങ്ങ അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി വീണ്ടും സബ്ജ സീഡ്സിൻ്റെ ലെയർ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ മാറി മാറിയിട്ട് ആ ഗ്ലാസ് ഫുള്ളാവുന്ന വരെ നമ്മൾക്ക് ഇട്ട് കൊടുക്കാം. ഏറ്റവും മുകളിലായിട്ട് മാങ്ങ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറേശ്ശെ നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി മാങ്ങയ്ക്ക് പകരം ഏത് ഫ്രൂട്ട്സ് എടുത്താലും നല്ലതാണ്. മാങ്ങ തന്നെ വേണമെന്നില്ല. ഏത് ഫ്രൂട്ടായാലും നല്ല പോലെ മധുരമുള്ള ഫ്രൂട്ട്സ് വേണം എടുക്കാനായിട്ട്. അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കുക. ഞാനിപ്പം ഇവിടെ ഇടയ്ക്ക് നട്ട്സ് ഇട്ട് കൊടുക്കുന്നില്ല. ഇനി ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാങ്ങയുടെ ഒരു ലെയറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നട്ട്സും കൂടെ വിതറി കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ പിസ്തയാണ് ഇപ്പം കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആൽമണ്ട്സോ അല്ലെങ്കിൽ കാഷ്നട്ടോ ഏത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് കുറച്ചും കൂടെ മധുരം വേണമെന്നുള്ളവരാണെങ്കിൽ ഹണി 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പം ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നില്ല. ഞാനിപ്പം ഇവിടെ എടുത്തിട്ടുള്ള മാങ്ങ നല്ല മധുരമുള്ള ടൈപ്പാണ്. അതുകൊണ്ട് ഞാനിവിടെ ഹണിയൊന്നും ഇപ്പം ഒഴിച്ചു കൊടുക്കുന്നില്ല. ഇത്രയുള്ള നമ്മളുടെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഡെസേർട്ട് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും പാൽ ഒഴിച്ചിട്ടാണ് ഉണ്ടാക്കിയെന്നുള്ളത്. പക്ഷേ തേങ്ങാപ്പാലിലാണ് നമ്മളിത് ഉണ്ടാക്കിയെന്നുള്ളത് ആർക്കും പെട്ടെന്ന് മനസ്സിലാവത്തില്ല. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ് ഇതിന്. ഇനി നമ്മൾക്ക് രണ്ടാമത് തയ്യാറാക്കുന്ന ഐറ്റം കൂടെ പെട്ടെന്ന് നോക്കാം. ഇതിൻ്റെ പ്രത്യേകത നമ്മൾ ഇതിനകത്ത് പഞ്ചസാരയോ ശർക്കരയോ തേനോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അതൊന്നും ഇല്ലാതെ തന്നെ നല്ല മധുരത്തോടെ നമ്മൾക്ക് കിട്ടും. പിന്നെ നമ്മളുടെ ബോഡി നല്ലപോലെ കൂളാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചവ്വരിയും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിനകത്ത് മാങ്ങയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നല്ല മധുരമുള്ള മാങ്ങ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോഴാണ് നമ്മൾക്ക് പഞ്ചസാര ചേർക്കാതെ തന്നെ നല്ല മധുരത്തോടെ കിട്ടുന്നത്. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് പെട്ടെന്ന് തയ്യാറാക്കുന്നത് എന്നുള്ളത്. അതിനായിട്ട് ആദ്യമേ തന്നെ 1 കപ്പ് ചവ്വരി എടുത്തിട്ടുണ്ട്. ഇത് സാബുനരി എന്നൊക്കെ പറയുന്നതാണ്. ഇത് നന്നായി കഴുകിയതിന് ശേഷം നമ്മൾക്കൊന്ന് കുതിരാനായിട്ട് ഇടണം. അപ്പോഴാണ് ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ബോഡി നല്ലപോലെ കൂളാക്കാനൊക്കെ വളരെ നല്ലതാണിത്. ചൂടുകാലത്തൊക്കെ നല്ലതാണിത്. അപ്പോൾ അതാ ഞാനിവിടെ 1 കപ്പ് എടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. 3-4 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കുക. അതിനുശേഷം കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് അരമണിക്കൂർ കുതിരാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പം ഞാനിവിടെ നന്നായി കഴുകിയെടുത്തു. ഇനി ഇത് വെള്ളം ഒഴിച്ചിട്ട് കുതിരാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്.
വെറും 3 ചേരുവകൾ മാത്രമാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ചേരുവയായ പാലാണ് നമ്മൾക്ക് വേണ്ടത്. പാല് ഞാനിവിടെ 3 കപ്പ് എടുത്തിട്ടുണ്ട്. അത് തിളപ്പിക്കാനായിട്ട് വെക്കുക. ഇത് തിളച്ച് വറ്റി വരേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മാത്രം മതി. അപ്പോൾ ഞാനിവിടെ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ ഇതിവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിവിടെ ഗ്യാസ് ഓഫ് ചെയ്യാണ്. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇത് കുറച്ച് നേരം ഒന്ന് ചൂടാറാനായിട്ട് വെക്കുക. നമ്മൾ ചവ്വരിയൊക്കെ വേവിച്ച് വരുമ്പോഴത്തേക്കും ഇത് ചൂട് കുറച്ച് ആറിയിട്ടുണ്ടായിരിക്കും. ഇനി ചവ്വരി വേവിക്കാനായിട്ട് 3 കപ്പ് വെള്ളം ഞാനിവിടെ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ചവ്വരി നമ്മൾ വെള്ളത്തിലിട്ടിട്ട് അരമണിക്കൂറായിട്ടുണ്ട്. അപ്പം അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞു വെക്കുക. അതിനുശേഷം തിളച്ച വെള്ളത്തിലേക്ക് ഈ ചവ്വരി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിൻ്റെ അടിയിലൊക്കെ കട്ടയിട്ട് കിടക്കും. പിന്നെ അതെല്ലാം കൂടെ ഉണ്ട പോലെ ആവുകയും ചെയ്യും. അതുകൊണ്ട് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഇതൊന്ന് ഇളക്കി കൊടുക്കുക. തിളച്ച് കഴിഞ്ഞാൽ 15 മിനിറ്റ് ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ ഗ്യാസ് ഓഫ് ചെയ്യാണ്. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം 10 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെക്കാം. അപ്പോഴത്തേക്കും ഇത് നല്ലപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്ന് കാണും. അതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. അപ്പോൾ നമ്മുടെ ചവ്വരിയെല്ലാം നന്നായി വെന്തിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഇവിടെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് സാധാരണ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് ഐസ് വാട്ടർ ഒന്നുമല്ല, നമ്മളുടെ സാധാരണ റൂം ടെമ്പറേച്ചറിലത്തെ വെള്ളം കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുക. ചവ്വരിയെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഊറ്റിയെടുക്കാം. ഊറ്റിയതിന് ശേഷം 2 പ്രാവശ്യം നമ്മൾക്കിതൊന്ന് കഴുകിയെടുക്കാം. കഴുകിയെടുക്കുന്നതിൻ്റെ കാരണം ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതാ ഞാനിവിടെ ഇതേപോലത്തെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചവ്വരി 2 പ്രാവശ്യം കഴുകിയെടുക്കുന്നുണ്ട്. കഴുകാനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് സാധാരണ റൂം ടെമ്പറേച്ചറിലത്തെ വെള്ളമാണ്, ചൂടുവെള്ളം നല്ല ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിപ്പം 2 പ്രാവശ്യം കഴുകിയെടുത്തിട്ടുണ്ട്. നമ്മളുടെ ചവ്വരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഏത് പാത്രത്തിലാണോ മിക്സ് ചെയ്യുന്നത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഇതേപോലത്തെ കുറച്ച് വലിയ പാത്രം എടുത്തിട്ടുണ്ട്. അതിനകത്തേക്കാണ് ഇത് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾക്കിനി വേണ്ടത് പാലാണ്. നേരത്തെ നമ്മൾ പാല് തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പം ഏതാണ്ട് ചൂടാറി വന്നിട്ടുണ്ട്. അത് ഇതിനകത്തേക്ക് നേരെ ഒഴിച്ചു കൊടുക്കാം. അതിൽ പാട കെട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു അരിപ്പയെ കൂടെ ഒഴിച്ചു കൊടുക്കുക. പാടയില്ലാതെ നമ്മൾ എടുക്കുന്നതാണ് നല്ലത്. അപ്പോഴാണ് ഇത് കുടിക്കാൻ ടേസ്റ്റ് ഉണ്ടായിരിക്കുക. നമ്മൾ എടുത്തു വെച്ച 3 കപ്പ് പാല് മുഴുവനായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇപ്പം പാലെല്ലാം ഒഴിച്ചു കൊടുത്തു. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി വേണ്ടത് മാങ്ങയാണ്. മാങ്ങ ഞാനിവിടെ 3 വലിയ മാങ്ങ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ചെറിയ മാങ്ങയാണെങ്കിൽ 4 5 എണ്ണം വരെ എടുക്കാം. ഇനി അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം നുറുക്കിയിട്ട് മിക്സിയുടെ വലിയ ജാറിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുക്കുക. ഇനി ഇത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ഇത് അരയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രം നമ്മൾ എടുത്തു വെച്ച പാലിന്ന് കുറച്ച് പാൽ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പം ഇവിടെ പാൽ ഒഴിച്ചു കൊടുത്തിട്ടില്ല. അല്ലാതെ തന്നെ ഇത് നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ പാലും ചവ്വരിയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ട, കുറച്ച് മാറ്റി വയ്ക്കാം. നമ്മൾ സെർവ് ചെയ്യുമ്പോൾ കുറച്ച് ഒഴിച്ചു കൊടുക്കാനായിട്ട് വേണം. അതിനായിട്ട് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഇപ്പോൾ ഇതാ ഞാനിവിടെ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. നല്ല മധുരമുണ്ട് ഇതിന്. മാങ്ങയ്ക്ക് നല്ല മധുരം ഉള്ളത് കൊണ്ട് തന്നെ വേറെ മധുരമൊന്നും ഇനി ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിനകത്തേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാപ്പൊടി വേണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പം ഇവിടെ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി നമുക്കിത് നേരെ സെർവ് ചെയ്യാം. സെർവ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ കുറച്ച് മാങ്ങയും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ലാസ്റ്റ് ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ ഏത് പാത്രത്തിലാണോ നിങ്ങൾ എടുക്കുന്നത് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ കുറച്ച് മാങ്ങ അരച്ചത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ചെടുത്തിട്ട് ഇതേപോലെ അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ മാങ്ങ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് ഡെസേർട്ടായിട്ടോ ഡ്രിങ്ക് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. പഞ്ചസാരയൊന്നും തീരെ ചേർക്കാതെ തന്നെ നല്ല മധുരം ഉണ്ടായിരിക്കും ഇതിന്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഈ രീതിയിൽ ഡ്രിങ്ക് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്